ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ജെന്യൂൻ സബ്സ്ക്രൈബർക്കും പുതിയതായി വന്ന സബ്സ്ക്രൈബർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. സിമ്പിളായിട്ട് വീട്ടിലെ ടിഫിൻ ബോക്സ് ആയിട്ടും നമുക്ക് രാത്രി ഡിന്നറായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മുട്ട എടുക്കുക, നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ ഉള്ളി, ബീൻസും ക്യാരറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാണ് കേട്ടോ. എത്രയ്ക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണോ മുട്ട നന്നായിട്ട് പ്ലഫി ആയിട്ട് നമുക്ക് വരും കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടാവണം കേട്ടോ, എന്നിട്ട് വേണം മുട്ട ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് എണ്ണ. അപ്പോൾ അതിലേക്ക് ഞാൻ മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റൗ നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, ഒന്ന് അടച്ച് കൊടുക്കുക കേട്ടോ. അടച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കത് തുറന്നിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റെഡി ചെയ്യാൻ പറ്റും. ചോറ് വന്നിട്ട് വേവിച്ച് വയ്ക്കുക. പിന്നെ പച്ചക്കറിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 by 1 നമുക്കിട്ട് എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ അടുത്ത് ബാസുമതി റൈസ് ഉണ്ടെങ്കിൽ രാത്രി തന്നെ നമ്മൾ അത് വേവിച്ചിട്ട് ഫ്രിഡ്ജിലാക്കി വെക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതാ എൻ്റെ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കി പൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2-3 കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊരു ദാബ സ്റ്റൈലിലാണ് ഞാനത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും കേട്ടോ. ഇതിൽ നമ്മൾ വിനാഗിരിയോ പിന്നെ വന്നിട്ട് അജിനോമോട്ടോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് ഓയിലും ലെസ്സായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ബീൻസ്, പച്ചമുളക്, ക്യാരറ്റേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യേണ്ടത്. സിമ്മാക്കി വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഞാനിത് ആവശ്യമുള്ള എന്താ പറയുക, ബിരിയാണി പൗഡറും പിന്നെ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി പൗഡർ ഇല്ല എന്ന് പറഞ്ഞാൽ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നിങ്ങളുടെ എരിവിന് ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഉപ്പ്, കാരം ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ എല്ലാം പൊരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റായിട്ട് ചോറ് ആഡ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ബാസുമതി റൈസ് എടുക്കാം. ഞാനിവിടെ കർണൂൽ സോണ മഞ്ചൂരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ബിരിയാണി ഉണ്ടാക്കണം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ, ഈസി അല്ലേ? അപ്പോൾ റെസിപ്പി ഈസി അല്ലേ, നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എത്രയും പെട്ടെന്ന് ചൂടോടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബാക്കി വന്ന റൈസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ഗസ്റ്റ് വന്നാലും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതിന് വന്നിട്ട് സൈഡ് ഡിഷായിട്ട് നമുക്ക് വന്നിട്ട് പപ്പടം, സിമ്പിളായിട്ട് പപ്പടം റൈത്ത ഉണ്ടെങ്കിൽ മതി. അല്ല പറഞ്ഞ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സിമ്പിൾ റെസിപ്പി അല്ലേ? അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിയൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി ടിഫിൻ ബോക്സ് ആയിട്ടും നൈറ്റ് ഡിന്നറായിട്ടൊക്കെ പ്ലാൻ ചെയ്യാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ, ദിസ് ഇസ് ഗീത സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ഓപ്പോൾ. ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.